ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുരിങ്ങക്കായും ഉണക്കച്ചെമ്മീനും വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ. മുരിങ്ങക്കായും ചെമ്മീനും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒരിച്ചിരി ഉപ്പും ഇട്ടിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. നല്ലപോലെ വഴണമെന്നില്ല. പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം ഉടയുന്നതിനായി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കണം. ഇതേപോലെയുള്ള കറികൾ ആരൊക്കെ വെക്കുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മുരിങ്ങക്കായും പച്ചച്ചെമ്മീനും ഒക്കെ ഇട്ടിട്ട് വെക്കും കേട്ടോ. പക്ഷെ ഞങ്ങളിവിടെ പച്ചച്ചെമ്മീൻ വെക്കാറില്ല. ഇനി തക്കാളിയോട് കുറച്ച് ഉടയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളി ഒരുമാതിരിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മുരിങ്ങക്കായ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ മുറിച്ച് വെച്ചതൊക്കെ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ തക്കാളി ഉടഞ്ഞുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച മുരിങ്ങക്കായ ഇടണം. മുരിങ്ങക്കായ ഇട്ടാൽ അധികം അങ്ങനെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഒരിച്ചിരി വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം മുരിങ്ങക്കായ വെന്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഉണക്ക ചെമ്മീൻ വിതറണം കേട്ടോ. ഇതിങ്ങനെ ഇളക്കി കൊടുക്കരുത്, മുരിങ്ങക്കായ ഉടഞ്ഞു പോകും. അതിന് മുകളിലേക്ക് ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. മുരിങ്ങക്കായ ഉടഞ്ഞു പോകാതിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കാം. മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ട് ഒന്നും കൂടെ തിളക്കാൻ വെക്കണം. കുറച്ചധികം വെള്ളം ഒഴിക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ. ഇത് നല്ലോണം വറ്റി വരും. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നമുക്കിത് മൂടി വയ്ക്കണം. തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളി കുറച്ച് നല്ലോണം വാട്ടിയിട്ട് വറുത്തിട്ടാൽ സൂപ്പർ ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതിലേക്ക് വറുത്തിടാഞ്ഞത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ വറുത്തിട്ടാൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചില സ്ഥലങ്ങളിലൊക്കെ പച്ചച്ചെമ്മീനും മുരിങ്ങക്കായൊക്കെ ഇട്ട് വെക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇത് കുറച്ച് വറ്റുന്നത് വരെ കാത്തിരിക്കാം. എന്നിട്ട് മൂടി വയ്ക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ 2 പപ്പടം കൂടി ചോറിൻ്റെ കൂടെ വറുത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.